അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, മലയാളത്തിലൊരു പ്രയോഗമുണ്ടല്ലോ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്നത്. ആരെയെങ്കിലും ചതിക്കാൻ വേണ്ടി ഒരു ചതിപ്രയോഗം നാം നടത്തിയാൽ ആ ചതിയുടെ പരിണിതി ഫലം ചതിക്കുന്ന ആളിലേക്ക് തന്നെ എത്തും എന്നതാണല്ലോ അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കഅബ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞു, തൗറാത്തിൽ ഞാൻ ഒരു വിചിത്രമായ വചനം കണ്ടു. എന്താ ചോദിച്ചു. അപ്പോൾ കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ ഹഫിറ ഹുഫറത്തൻ ലി അഖീഹി വഖഅ ഫീഹാ. ആരെങ്കിലും തൻ്റെ സഹോദരന് വേണ്ടി ഒരു കുഴി കുഴിച്ചാൽ ആ കുഴിയിൽ ഇവൻ തന്നെ വീഴുന്നതാണ് എന്ന് കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ആ പ്രയോഗം തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഹദീസിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചതിയുടെ പരിണിതി ഫലം ചതിയനിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിലും ഇതിന് നമുക്ക് തെളിവുണ്ടല്ലോ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചതിച്ചു കൊണ്ടുപോവുകയാണ് സഹോദരങ്ങൾ. എന്നിട്ടോ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ കൊണ്ടുപോയത്. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായത്? യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിൻ്റെ രാജാവായിട്ട് മാറി. സഹോദരങ്ങളോ ഒന്നുമില്ലാത്ത വിഷമത്തിലും പ്രയാസത്തിലുമായിട്ട് മാറി എന്നുള്ളത് നമുക്ക് മുമ്പിലുള്ള ചരിത്രം തന്നെയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ്. എന്നിട്ടും പലപ്പോഴും പലരെയും നാം ചതിക്കുകയും വഞ്ചനയിലൂടെ അവരുടെ നിഅമത്തുകൾ ഇല്ലാതെയാക്കാനും നാം പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പരിണിത ഫലം തന്നിലേക്ക് തന്നെ എത്തും എന്ന കാര്യം നാം ഓർക്കുക, മറക്കാതിരിക്കുക. കഅബ് റളിയല്ലാഹു തആല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഞാൻ തൗറാത്തിൽ ഈ വചനം കണ്ടു എന്ന. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ വചനം ഞാൻ ഖുർആൻ ഷരീഫിൽ കണ്ടിട്ടുണ്ട്, നീ തൗറാത്തിലല്ലേ കണ്ടത്? ഞാൻ പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ കണ്ടിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിറിലെ 43-ാമത്തെ ആയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ വലാ യഹീഖു അൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലിഹി. ചതിയുടെ പരിണിതി ഫലം ചതിയനിലേക്ക് എത്തുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ സൂറത്തുൽ ഫാത്തിറിലെ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനികളെ, ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ നാം നിൽക്കണ്ട. ചതിക്കാനോ വഞ്ചിക്കാനോ നിന്നാൽ അതിൻ്റെ പരിണിതി ഫലം അത് നമ്മിലേക്ക് തന്നെ എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചതിയന്മാരുടെ ചതികളെ തൊട്ട് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെയും ചതിക്കുന്ന സാഹചര്യത്തെ തൊട്ട് അല്ലാഹു നമ്മയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.